സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. തന്നിരിക്കുന്ന വിഷയം എല്ലാവർക്കും സ്തുതിയാണല്ലോ തന്നിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ദേവകീ ഗർഭകര വിഷ്ണു ബ്രഹ്മാധികൃത സ്തുതിയാണ് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സാന്ദ്രാനന്ദാവബോധാത്മകമനുപവിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർവാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തദ്ധാവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തവാന്യം ജരാനാം. പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്ന് കണ്ടുകൊണ്ടാണ് വട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ നേരിൽ കണ്ടുകൊണ്ടാണ് എങ്ങനെ സ്തുതിച്ചുവോ അതുപോലെയാണ് അതപ്പോ ബ്രഹ്മാദിദേവന്മാര് അദൃശ്യ രൂപത്തിൽ ദേവകി ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വിഷ്ണുവിനെ സ്തുതിക്കാനായിട്ട് കാരാഗൃഹത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോ ആ സ്തുതി അതുപോലെ തന്നെ എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ട് പട്ടതിരിപ്പാട് സ്തുതിച്ചത്, അതുപോലെ വിഷ്ണു ഗർഭത്തിലുള്ള സൂക്ഷ്മരൂപിണിയായ ആ ഗർഭസ്ഥ ശിശുവിനെ കണ്ടുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞല്ലോ, ബ്രഹ്മാവിന് അത്രയ്ക്കും അവരങ്ങനെ അനുഭവജ്ഞാനത്തിൽ കൂടെ പറയുന്നത് ഭയങ്കര വ്യത്യാസം തന്നെയാണ്. അപ്പൊ നാരദനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, അവൻ എങ്ങനെ അനുഭവിച്ചു, അങ്ങനെ അതുപോലെ ബ്രഹ്മാദി ദേവന്മാരെങ്ങനെ അനുഭവിച്ചു കൊണ്ടാണ് ഓരോ സ്തുതിയും പറയുന്നത്. അപ്പൊ ഇതിലിപ്പോ കണ്ടു. അപ്പൊ ആദ്യത്തെ ദിവസം നമുക്ക് ലക്ഷണമോ പറഞ്ഞു വന്നു. ഭാഗവത്തിന്റെ പ്രാധാന്യം എന്താണ് പറഞ്ഞത്? സെൻസ് ഓഫ് വിഷൻ നന്നാവും, സെൻസ് ഓഫ് ഡയറക്ഷൻ ഇൻ ലൈഫ് അതും നന്നാവും. അതായത് നമ്മുടെ അതിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞത് മാത്രമല്ല, നമ്മുടെ ബുദ്ധി അന്ധകരണ ശുദ്ധി വരികയും ചെയ്യും. അങ്ങനെ അന്ധകരണ ശുദ്ധി വരുമ്പോൾ, അങ്ങനെ മനസ്സിനൊരു നൈർമല്യം വരുമ്പോൾ നമുക്ക് എന്താവും? ബുദ്ധിയുടെ ക്ലാരിറ്റി, അതായത് മെന്റൽ പ്യൂരിറ്റിയും ഇന്റലക്ച്വൽ ക്ലാരിറ്റിയുമാണ് അതെല്ലാം ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാനിൽ ഭക്തിയും വിഷയങ്ങളിൽ വിരക്തിയുമാണ് വരേണ്ടത് എന്ന് ലക്ഷ്മണമാമ അന്ന് എടുത്തു പറഞ്ഞു. അപ്പൊ ഇതിലും പറഞ്ഞിട്ടുണ്ട്, 12ാം സ്കന്ധത്തിൽ അവസാനിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദിമധ്യാന്തം വൈരാഗ്യ പ്രകരണമാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതാണ് ഭാഗവതത്തിന്റെ ബ്യൂട്ടി. നമുക്കറിയാം 4 തരത്തിലുള്ള ഇത് പറയുന്നുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മ്യായം, ആത്മാ ബ്രഹ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പട്ടതിരിപ്പാട് എങ്ങനെയാണ്? ബ്രഹ്മതത്വമാണ്. ബ്രഹ്മതത്വമായിട്ട് തന്നെയാണ് അതിനെ കണ്ടത്. പക്ഷെ എത്ര ഭംഗിയായിട്ട് ഗുരുവായൂരപ്പനെ നമുക്ക് വിസ്തരിച്ചു തന്നു. അതുപോലെ ഇവര് നമുക്ക് കാണിച്ചു തരികയാണ്. എല്ലാ സ്തുതികളിലും അത് തന്നെയാണ് പറയുന്നത്. ആ സൂക്ഷ്മ സ്വരൂപത്തിലുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അകമേ പ്രകാശിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ എന്ന് നമ്മള് ഇതില് കണ്ടുല്ലോ, മറ്റേ അരുണ പറഞ്ഞ സ്തുതി, ധ്രുവസ്തുതിയില് പറഞ്ഞത്. അതുപോലെ എല്ലാവരുടെയും ഉള്ളിൽ സൂക്ഷ്മമായിട്ട് വിളങ്ങുന്ന ആ സത്യസ്വരൂപിനെയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ കൂടി ഇവര് സ്തുതിച്ചു പറയുന്നത്. ഏറ്റവും തുടക്കത്തിൽ ഭാഗവതത്തിൽ എന്തായിരുന്നു? സത്യം പരം ധീമഹി, ജന്മാന്തിസ്യാൻ തുടങ്ങിയിട്ടാണ് പറഞ്ഞത് സത്യം പരം ധീമഹി. അതായത് ഉപക്രമത്തിൽ തുടങ്ങി, അപ്പോ ഇടയിൽ പറയുന്നത് തന്നെ അവസാനിക്കുമ്പോഴാണ് ഉപസംഹാരത്തിലും വരുന്നത് സത്യം പരം ധീമഹി എന്നുള്ളതാണ്. അപ്പൊ പരമമായ ബ്രഹ്മം തന്നെയാണ് സത്യം. സത്യം എന്നത് ജ്ഞാനമാണ്, ജ്ഞാനം എന്നത് അനന്തമാണ്. അത് സമത്വം യോഗ ഉച്ചതി എന്ന് പറയുന്നല്ലോ, നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. ആ ഭേദഭാവന വരരുത്. എല്ലാവരുടെയും ഉള്ളിലും ഗുരുവായൂരപ്പനായിട്ട് ബ്രഹ്മമായിട്ട് സത്യമായിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ എന്താണ് ബ്രഹ്മേടി പരമാത്മേടി ഭഗവാനേടി സത്യത, എല്ലാം ഒന്ന് തന്നെയാണ്. ആ ബ്രഹ്മത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തന്നിൽ താനായി വിളങ്ങുന്ന ആ ഗുരുവായൂരപ്പനെ, ആ ബ്രഹ്മസത്യത്തെ, അത് എന്താണെന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. സത്യം വ്രതം, അതായത് 10ാം സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിൽ 26ാമത്തെ ശ്ലോകം. സത്യം വ്രതം സത്യവരം സത്യം സത്യസ്യോനിം സത്യേ സത്യസ്യ സത്യം വ്രത സത്യമേതരം സത്യാത്മകം ശരണം പ്രപഞ്ച. സ്വരൂപവർണ്ണനയാണ് നമുക്ക് പറഞ്ഞത്. നമ്മുടെ ആത്മഭാവം, നമ്മളെ എന്നെ ഞാനാക്കുന്ന, നിങ്ങളെ ഞാനാക്കുന്ന, സകല ജരാരങ്ങളെയും ചൈതന്യവത്താക്കുന്ന ആ സത്യത്തെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. അതായത് സത്യവ്രതം, സത്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്തവൻ, അതായത് നേരെ പോയിരിക്കുന്നവൻ. അപ്പൊ നമുക്കും അതെ, ഇപ്പൊ നമുക്കുള്ളൊരു സന്ദേശമാണത്. നമ്മൾ സത്യത്തിൽ നിന്ന് സത്യം ചര ധർമ്മം ചര സത്യം വധ, അങ്ങനെ നമുക്കാണെങ്കിൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാമെന്നാണ് ആദ്യം തന്നെ പറഞ്ഞു തരുന്നത്. പിന്നെ സത്യവരം, അത് നമുക്കറിയാം. തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ജന്മാദ്യസ്ഥയിൽ പറഞ്ഞു
സത്യം പരം ധീമഹി. അപ്പൊ പരമമായ സത്യത്തെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അതിൽ തന്നെ പറഞ്ഞുള്ളൂ. അപ്പൊ വേറെ സത്യങ്ങൾ നമ്മളപ്പോ മനസ്സിലാക്കി. വ്യാവഹാരിക സത്യമുണ്ട്, പ്രാപഞ്ചിക സത്യവുമുണ്ട്. അപ്പൊ അതല്ല, അതൊക്കെ വിദ്യയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മസത്യം ജഗൻ വിദ്യ എന്ന് പറഞ്ഞ പോലെ ആ പാരമാർത്ഥിക സത്യത്തെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അതാണ് സത്യപരം എന്ന് പറയുന്നത്. എത്ര സത്യം നമുക്കറിയാം, 3 കാലത്ത് നിലനിൽക്കുന്നത്. അതേ അഹമേവാസമേവാഗ്രഹത്തിലൊക്കെ നമ്മൾ വിസ്തരിച്ച് പല സത്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യസ്യോനി, എല്ലാത്തിന്റെയും ബേസ്, വ്യാവഹാരിക സത്യത്തിന്റെയും എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം കാര്യവും കാരണവുമായിട്ട് ഭഗവാൻ തന്നെ എന്ന് അതിലും പറഞ്ഞു തന്നു. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ഈ ബ്രഹ്മയോനിയിൽ നിന്നാണ് എന്നുള്ളത്. നിഹിതം ച സത്യം സർവവ്യാപി, അതായത് വസ്ത്രത്തിൽ ഊടുമ്പാവും എന്ന പോലെ നിൽക്കുന്നത്. സത്യസ്യ സത്യം, കാണപ്പെടുന്ന സത്യത്തിന് ആദികാരനൻ. ഹൃദം സത്യനേത്രം, സത്യം അത ധർമ്മഞ്ചര എന്നതിലൂടെ നയിക്കപ്പെടുന്നവൻ. അങ്ങനെയുള്ള സത്യാത്മകം, സത്യസ്വരൂപൻ എന്നും എടുക്കാം, അല്ലെങ്കിൽ സത്യാത്മകം എന്ന് തന്നെ അതിനെ തന്നെ എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. നമുക്കുള്ള ഉപദേശമാണ്. ഇവർക്കെല്ലാവർക്കും അറിയാം ഭഗവാൻ ആരാണ്, ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നുള്ളത്. ബ്രഹ്മാവ് എന്ന് പറയുന്നത് ബുദ്ധിയാണല്ലോ, സമഷ്ടി ബുദ്ധിയാണല്ലോ. അപ്പൊ നമ്മുടെ ബുദ്ധി ഭഗവാനെയാണ്, ബുദ്ധി ബോധത്തെയാണ് ആശ്രയിക്കേണ്ടത്. ശരണം പ്രാപിക്കൂ എന്ന് വീണ്ടും 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 പറയുകയാണ്. പുറമെ വേണം നമുക്ക് നാമരൂപമൊക്കെ വേണം. അതുകൊണ്ടാണല്ലോ ഇപ്പോ നാമരൂപം എടുത്തിട്ട് ഇപ്പൊ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കാൻ പോകുന്നത്. സത്യത്തെ ലളിതയാണല്ലോ പറഞ്ഞത്. സഗുണ ബ്രഹ്മത്തിൽ കൂടി നമുക്ക് നിർഗുണ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ പരമമായ സത്യം തന്നെയാണ് പ്രാപഞ്ചിക സത്യമായിട്ട് വിളങ്ങുന്നത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ആദ്യം പറഞ്ഞത് നമ്മുടെ ആത്മഭാവത്തെ പറഞ്ഞു. ഇത് ജീവഭാവം, ഒന്നിനെ പ്രാപഞ്ചിക സത്യമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവസ്വരൂപമായിട്ട് എടുക്കാം. അതിലിപ്പോ പല ഇതായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് പ്രകൃതിയാണ്. അപ്പോൾ ദേഹാത്മഭാവം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയാണ് നമ്മൾ ആശ്രയിക്കുക. ആ പ്രകൃതി എങ്ങനെയാണ്? അതിൽ 3 പേരുകളാണുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സത്വം, രജസ്, തമസ്. ആ പ്രകൃതി നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ സത്വരജോ തമോ ഗുണങ്ങളിൽ കൂടെയാണ്. ഇപ്പൊ ഈ നമ്മളിപ്പോ ദശമസ്കന്ധത്തിലേക്കാണല്ലോ കടന്നത്. അതിലാണല്ലോ ഈ സ്തുതി ഉള്ളത്. അപ്പൊ അതിൽ എന്താണ് ലക്ഷണം? അതിന്റെ ലക്ഷണ നിരോധമാണ്. അപ്പോ പുറമേക്ക് പോകുന്ന മനസ്സിനെ തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ ദേഹാത്മബുദ്ധി അതെന്താണ്, ദേഹം പ്രാപഞ്ചിക സത്യം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്താണ് എന്നുള്ളത് കാണിച്ചു തരികയാണ്. ആ ദേഹാത്മബുദ്ധിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ 3 സപ്തരജോ തമോ ഗുണങ്ങളിൽ കൂടെ നമ്മൾ ചുറ്റി സഞ്ചരിച്ച് പുനരഭിജനനം, പുനരഭിമാനനം അങ്ങനെ വീണ്ടും വീണ്ടും ആവേണ്ടി വരും എന്ന് പറഞ്ഞു തരികയാണ്. അത് 2 ഫലങ്ങളുണ്ട്. പുണ്യം പാപം അനുഭവിക്കേണ്ടി വരും. 4 രസങ്ങളുണ്ട്. കൂടുതൽ വിസ്തരിക്കുകയാണ്. 5 വികാരങ്ങളുണ്ട്. 6 പരിണാമങ്ങളുണ്ട്. 7 തോലുകളുണ്ട്. ത്വക്ക്, രക്തം, അങ്ങനത്തെയൊക്കെ. 8 കൊമ്പുകളുണ്ട്. അഷ്ടതാപ്രകൃതി, ആകാശം, വായു, അഗ്നി, ഭൂമി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അങ്ങനത്തെയൊക്കെ ഉണ്ട്. 9 കുത്തുകൾ അത് നമുക്കറിയാം. പുരജലോപാധ്യാനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നവദ്വാരങ്ങളുണ്ട് എന്നുള്ളത്. 10 ഇലകളും ഉണ്ട്. അതെന്താണ്? പഞ്ചപ്രാണനും 5 പ്രാണനും 5 ഉപപ്രാണന്മാരും. അപ്പൊ അങ്ങനെ അത് ശരിക്കും നമ്മുടെ ശരീരഘടന തന്നെയാണ് പറയുന്നത്. ആ പ്രകൃതിയിലുള്ളത് തന്നെയാണ് നമ്മളിലും ഉള്ളത്. ഓരോരുത്തരുടെ ശരീരത്തിലും ചരാചരങ്ങളിലും ഉള്ളത് എന്ന് കാണിച്ചു തരുന്നു. ഇതിൽ 2 പക്ഷികൾ താമസിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഒന്ന് ഭീമാത്മാവ് എന്ന നമ്മളെ അവിദ്യ എന്നുള്ള പക്ഷി, ഒന്ന് പരമാത്മാവ് എന്നുള്ള വിദ്യ എന്നുള്ള പക്ഷി. ഇപ്പൊ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. നമുക്ക് ആത്മബുദ്ധിയിലേക്ക് ഒരു ക്ലിപ്പിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ വൈദ്യലിംഗ ശർമ്മമാഷ്ടമി ശ്ലോകം 24 ഗുരുക്കന്മാരുടെ 2-ാമത്തേൽ വരുന്നതായിട്ട് വ്യക്തമായിട്ട് പറയില്ല ആ ശ്ലോകത്തില്. ശ്ലോകം സമയമുണ്ടോ? ചുരുക്കോ 20 ചുരുക്കോ. അതാണ് അത്. അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ദേഹാത്മബുദ്ധി അതിലേക്ക് നമ്മൾ ഒരിക്കലും തിരിയരുത്. ഉദ്ധരേത് ആത്മാനാത്മാനം എന്ന് പറഞ്ഞ പോലെ ഒരു ശ്ലോകമാണ്. അതാണ് ആ പേപ്പറിൽ ഇട്ടപ്പോഴാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം അതാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മൾ ഒരിക്കലും അപ്പൊ ഇതെന്തിനാണ് പറഞ്ഞത്? ആദ്യം സത്യസ്വരൂപമായിട്ടുള്ള ആത്മഭാവത്തെ പറഞ്ഞു, ഇപ്പൊ ജീവഭാവത്തെയും പറഞ്ഞു തന്നു. അപ്പൊ ഇതിന്റെ 2ന്റെയും അറ്റം കണ്ടിട്ടുള്ളവര് എങ്ങനെയാണ്? അവരാണ് പണ്ഡിതന്മാര്, അവരാണ് ജ്ഞാനികൾ. അവരെന്ത് ചെയ്യുന്നു? അവര് ഭഗവാൻ
ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് അവര് സജ്ജനങ്ങളായിട്ടും അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടും അവര് സ്വയം സന്തോഷിക്കുന്നു, നമ്മളെയും സന്തോഷിപ്പിക്കുന്നു. പഠിച്ചതമലയും ലക്ഷ്മണമാലയൊക്കെ അവർക്ക് എന്താണ്, അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, അവരുടെ ആ ജീവഭാവമല്ല കാണുന്നത്, ഈ ആത്മഭാവമാണ് അവരുടെ കൂടുതൽ. അതുകൊണ്ടാണ് ചിലവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ കർമ്മഭാവമൊന്നുമില്ല. ആ ശരീരം എന്താണ്, ശുദ്ധമായ ആ പരിശുദ്ധമായിട്ടുള്ള ആ ഭാവമാണ്. കാര്യം അവർ ശരീരം എടുത്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ആ സജ്ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ തോന്നുന്നത്. ഇതിൽ കൂടെ നമുക്ക് ആ ശരിക്കുള്ള സ്വരൂപ വർണ്ണനയാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ആവണം എന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ അത് ജ്ഞാനമാണ്. അത് ബുദ്ധിതലത്തിൽ നമുക്ക് ഇങ്ങനെ ഉറപ്പിക്കാനൊക്കെ, നമുക്ക് ബുദ്ധിക്ക് അങ്ങനെ എന്തെങ്കിലും അറിവ് കൊടുത്താലേ അത് അതിൽ നിൽക്കുകയുള്ളൂ. പക്ഷേ ആ മനസ്സ് ചഞ്ചലമാണല്ലോ. മനസ്സിന് എന്ത് വേണം? ഒരു രൂപവും നാമവും വേണം നമുക്ക് മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആനയുടെ തുമ്പിക്കൈയിലൊക്കെ നമ്മളെ വട്ട വെച്ച് കൊടുക്കുന്നല്ലോ ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ അപ്പോൾ അതിനായിട്ട് ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്തു വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ശ്രീകൃഷ്ണാവതാരമായിട്ടാണ് വിഷ്ണു തത്വം ശ്രീകൃഷ്ണാവതാരമായിട്ട് രൂപനാമവും എടുത്തിട്ട് ഇപ്പൊ ജനിച്ചു വരികയാണ്. അപ്പോൾ അവന് സ്തുതിക്കുകയാണ്. എങ്ങനെയാണ് സ്തുതി കഴിഞ്ഞിട്ട് പറയുന്ന ഒരു ശ്ലോകമാണ്, അതിപ്പോ തന്നെ പറയാം. എത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപം അനിഗമ്യത. അപ്പൊ പലതിലും കണ്ടിട്ടുണ്ട് പുരുഷം എന്നുള്ളത്. അപ്പൊ പുരുഷൻ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ആ സൂക്ഷ്മരൂപിയായിട്ടുള്ള ആ തത്വത്തെയാണ് ഇപ്പൊ സത്യവ്രതം സത്യസ്വരൂപം എന്നുള്ളതായിട്ട് കണ്ടത്. യദ്രൂപം അനിഗമ്യത, അത് നമുക്ക് ഏറ്റവും അവസാനം കണ്ടിട്ടുണ്ട് നമ്മൾ. ശുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരന്തീമലി. പരമമായ സത്യമാണ് രൂപമെടുത്തു വരുന്നത്. അതെങ്ങനത്തെയാണ്? ഒരു ഇതുമില്ലാത്തത് ശുദ്ധ സാത്വിക രൂപമായിട്ടാണ്. നമ്മുടെ പോലെ കർമ്മശരീരമല്ല, അങ്ങനെയുള്ളതായിട്ട് ചിന്തിച്ചുകൊണ്ട് വരികയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്തൊരു ഭാഗ്യവതിയാണ്. ദിഷ്ട്യാമ്പ ഭാഗ്യം ഭാഗ്യം അന്ധഭാഗ്യം ജനാനാന്ന് പട്ടതിരിപ്പാട് പറഞ്ഞ പോലെ പറയാണ്. അത് 41ാമത്തെ ശ്ലോകം. ദിഷ്ട്യാമ്പതേ കുക്ഷികടപ്പരപ്പുമാനം ക്ഷീണ സാക്ഷാത് ഭഗവാൻ ഭവായന. ആ ഭഗവാനുള്ള വാക്കിന് അത്രയും അർത്ഥവ്യാപ്തിയുണ്ട്. ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനിൽ സത്യത. അപ്പൊ അത് ഭഗവാൻ തന്നെയാണ്. ആ 6 ഉപകരണങ്ങളുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാൻ തന്നെയാണ് ഇവരെ അവതരിക്കുന്നത്. കുന്തിദേവി പറഞ്ഞ പോലെ പല കാര്യങ്ങളുണ്ട് ഭഗവാന്റെ അവതാരം. ഭൂമിയുടെ ഭാരം തീർക്കാനും, അല്ലെങ്കിൽ നമ്മുടെ അവിദ്യയിൽ ചുറ്റിത്തിരിയുന്ന നമ്മുടെ അവിദ്യ കാമം കർമ്മം ബന്ധം ബന്ധനത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഭഗവാന്റെ അവതാരം വന്നിരിക്കുന്നു. സന്തോഷം എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് കൂടിയാണ് നമ്മുടെ ഭാഗ്യമാണ് ഭഗവാന്റെ ഈ അവതാരം. പിന്നെയും പറയാണ് ദിഷ്ട്യ, ആ വാക്ക് പിന്നെ വന്നിട്ട് 38ാമത്തെ ശ്ലോകം. ഭാഗ്യം ഭാഗ്യം ഭഗവാന്റെ അനുകമ്പ കരുണ തന്നെയാണ് ഇങ്ങനെ ഭഗവാന്റെ അവതാരം എടുത്തു വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള അവതാരം ഒന്നും ഇത് തന്നെ പറയുന്നില്ലെങ്കിൽ, ഇങ്ങനത്തെ അവതാരം ഒന്നും എടുത്തില്ലെങ്കിൽ 35ാമത്തെ ശ്ലോകം. സത്വം വിജ്ഞാനമജ്ഞാന വിതാപമർജനം ഗുണപ്രകാശേ അനുമീയതേ ഭവാൻ പ്രകാശതേ യസ്യ ചയേന ഗുണഃ. അപ്പൊ ഞാൻ ആത്മാവ് തന്നെയാണ് എന്ന് അറിയാമെങ്കിൽ ഭഗവാൻ ഇങ്ങനെ സഗുണ രൂപത്തിൽ ഇങ്ങനെ വന്ന് ഇത് പൂർണ്ണ പുണ്യാവതാരമാണ്. അതെന്തുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്? ദിഷ്ട്യാങ്കിതാം ത്വത്പദകേ സുശോഭനെ. ഇങ്ങനെ 19 രേഖകൾ അടയാളങ്ങൾ ഉണ്ട് അത്ര ഭഗവാന്റെ കാലില്. അത് മുഴുവനായിട്ടാണ് ഇവര് ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെയാണ് അവള് ശരിക്കും കണ്ടുകൊണ്ടാണ് അവർ പറയുന്നത്. ഇത് പൂർണ്ണ പുണ്യാവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് തരികയാണ് ഇതില്. അപ്പൊ ഭയങ്കര ഭാഗ്യമാണ് നമുക്ക്. നാമരൂപേ നാമോ രൂപവും ഗുണോ ജന്മോ ഒന്നുമില്ലാത്ത ഭഗവാൻ അജയനാണല്ലോ. അങ്ങനെയുള്ള ഭഗവാൻ ജനിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഗ്യം തന്നെ, ഭാഗ്യം തന്നെ. എന്തിനാണ്? വിവർഷിരൂപാണ്യോബോധ ആത്മാക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപന്യാനി സുധാമഹാനി സദാമഭദ്രാണി മുഹുദ്ധനാനാം. നമുക്കറിയാം എന്തിനാണ് ഭഗവാന്റെ അവതാരം. യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമത ധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന ഭഗവത്ഗീതയിലെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃത തന്നെയാണ് പറയുന്നത്. ഇതിനാണ് ഭഗവാന്റെ അവതാരം. മുഹുദ്ധനാനാം പുഷ്ടന്മാർക്ക് ഭയമുണ്ടാക്കുവാനും വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ അവതാരം. പിന്നെ അതിലൊക്കെ പറഞ്ഞു വരുന്നത് ഭഗവാന്റെ ഈ രൂപമുണ്ടല്ലോ, ആ സത്വം വിശുദ്ധം, അത് കുറേ പറയുന്നുണ്ട്. അങ്ങനെ
ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള അവതാരമാണ് ഇത്. കർമ്മശരീരമല്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പപ്പെട്ടതിൽ വരെ കൂട്ടുപിടിക്കുകയാണ് നല്ലത്. ആദ്യത്തെ ദശകത്തിൽ പറയുന്നുണ്ട് സത്വം അത്രയ്ക്ക് നിർമ്മലമായിട്ടുള്ള അന്ധകരണ ശുദ്ധിയുള്ളത് ആ ദേഹം ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ഈ ശുദ്ധ സത്വരൂപം എടുത്തു വരുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ പറയുന്നുണ്ട് തസ്യാ സംശുദ്ധം അംശം അഭി തം അധിരോധായകം സത്വരൂപം. അധിരോധായകം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സംശുദ്ധമുള്ളത്, കലർപ്പില്ലാത്തത്, കളങ്കമില്ലാത്തതായിട്ടുള്ള ആ രൂപമെടുത്താണ് ഭഗവാൻ വരുന്നത്. അപ്പൊ നമുക്കൊക്കെ രൂപവും നാമം എടുത്തു കഴിഞ്ഞാൽ ഒരു ദോഷം വരും. നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മളെ ബന്ധിപ്പിക്കും. ഇതറിയാം, ഭഗവാൻ തുടക്കം തൊട്ട് അവസാനം വരെ തിരിച്ചുകൊണ്ടാണ് ആനന്ദ സ്വരൂപനായിട്ടാണ് ഭഗവാന്റെ അവതാരം. അപ്പോൾ ആ സത്വസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ നമുക്ക് ഭജിക്കാം. ഒപ്പം നമ്മൾ മനസ്സിലാക്കുകയും വേണം, സൂക്ഷ്മരൂപത്തിലായാലും മറ്റേ സഗുണരൂപത്തിലായാലും എല്ലാത്തിലും കുടികൊള്ളുന്ന ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല. ആ ജ്ഞാനമാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കേണ്ടത്. നേടേണ്ടത് ആ ഉത്സമ്പത്താണ്, ആ അറിവാണ്. അപ്പോൾ നമ്മുടെ ഈ ശരീരം എപ്പോൾ വേണമെങ്കിലും പോകാനും മരിച്ചു പോയാലും നമ്മൾ കൊണ്ടുപോകുന്നത് എന്താണ്? ആ സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരത്തിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലല്ലേ അപ്പോൾ നമുക്ക് ഭഗവാനിലേക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. പുനർജന്മത്തിലേക്ക് പോകുമ്പോൾ ഈ നല്ല വാസനകൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സത്സംഗങ്ങളൊക്കെ കൂടുതൽ കേട്ടിട്ട് അപ്പോൾ അന്ധകരണ ശുദ്ധി വരുത്തി നമുക്കും ആ സൂക്ഷ്മ ശരീരം നല്ല ശരീരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്തുതി നമുക്കും ഭഗവാനെ ശരണാഗതി ചെയ്യാൻ സാധിക്കട്ടെ, പരിപൂർണ ശരണാഗതി ചെയ്യാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്തുതി ടീച്ചറിനെയും നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ അർപ്പിക്കുന്നു. സത്യം വരം ധീമഹി കായേന വാചാ മനസേന്ദ്രിയേണ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.